കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മളെ ധൈര്യപൂർവ്വം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ കാറ്റഗറിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ആയുഷ് സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ്. അതിൽ തന്നെ നമ്മളെ പലപ്പോഴും നമ്മൾ കോട്ടക്കൽ വില കൂടിയ ഒരു പ്രശ്നമാണ് പിന്നെ പറയുന്നത്, ഭയങ്കര വിലയാണല്ലോ എന്നുള്ളത്. അപ്പൊ വില കൂടിയ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അരിഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ദശമൂലാരിഷ്ടം, പിപ്പില്യാസവും, വശാരിഷ്ടം, മുസ്താരിഷ്ടം, കനകാസകം, ആരകുതാരിഷ്ടം, കതിരാരിഷ്ടം, കുടജാരിഷ്ടം, ലൗഹാസവും, സാരസ്വതാരിഷ്ടം മുതൽ, അതായത് സാരസ്വതാരിഷ്ടത്തിൽ സ്വർണ്ണം അടങ്ങിയതാണ്. ഔഷധീൻ്റെ ഒക്കെ സാരസ്വതാരിഷ്ടം എന്ന് പറഞ്ഞാൽ 30 ml തന്നെ ഭയങ്കര വിലയാണ്. അതിൽ സ്വർണ്ണം അടങ്ങിയതാണ്, തങ്കം അടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും, മഴ പോലും അതുപോലെ എല്ലാ സാധനങ്ങളും ഔഷധമാണ്. ഹോമിയോപ്പതിയിൽ മഴവെള്ളം, ഒരു പ്രത്യേക സീസണിൽ എടുക്കുന്ന മഴവെള്ളം ഔഷധമാണ്. അതുപോലെ ഞാനീ പറഞ്ഞ പിന്നെ ഈ കാറ്റഗറികളിലെ പിന്നെ ഇതൊക്കെ നമ്മൾ ഇതാണ് ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതായതുകൊണ്ടും നമുക്ക് ഇത് പിന്നെ എല്ലാ തരത്തിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഒക്കെ സാധാരണയായിട്ട് പഴയ മുമ്പ് കാലങ്ങളിൽ ഭൈഷജ്യരത്നാവലി അതുപോലെ പിന്നെ അഷ്ടാംഗഹൃദയം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ കൂടി അതിൻ്റെ ബേസ് ആയിട്ടാണ് നമ്മൾ പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നത്, ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആയുർവേദിക് ഫാർമാകോപ്പിയ ഓഫ് ഇന്ത്യ എന്ന ആ ഒരു ഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ പിന്നെ കെമിക്കൽസ് അല്ല, അതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം കമ്പനി തന്നെ പറയുന്നത് എന്താ? കമ്പനി പറയുന്നത് യൂസ് ദ പ്രൊഡക്റ്റ് ദെൻ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ് കമ്പനി പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുക. എനിക്ക് എത്ര മണി വരെ പോവാ സാറേ? സമയമായോ? ഇല്ല സാർ, സമയമില്ല. ഒരു 3/4 മണിക്കൂർ വരെ പോകാം. 45. ഇപ്പൊ 6:30 ആയിട്ടല്ലേ? അതെ, ഓക്കെ. അതെ, 35 ആയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സമയം നോക്കിയില്ല, ഇങ്ങനെ പറഞ്ഞു പോയിന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മള് പ്രോഡക്റ്റ് കമ്പനി പറയുന്നത് വെച്ചാൽ യൂസ് ദ പ്രോഡക്റ്റ് ദെൻ റെക്കമെൻഡ് ദ പ്രോഡക്റ്റ് എന്നാണ്. ഞാനത് പറയുന്നത് യൂസ് ദ പ്രോഡക്റ്റ്, ലവ് ദ പ്രോഡക്റ്റ്, റെക്കമെൻഡ് ദ പ്രോഡക്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പിന്നെ വിശ്വാസം നമുക്ക് കൂടുതൽ വരിക. അപ്പോൾ ഫുൾ കോൺഫിഡൻസോട് കൂടി ഈ ഒരു മേഖലയിൽ ഈ ഒരു സെയിൽസിന് ഇറങ്ങിയിട്ട് ഒരു ഫുൾ കോൺഫിഡൻസോട് കൂടി നമുക്ക് പിന്നെ സെയിൽസ് നടത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് പറ്റിയ നല്ല സാധനമാണ് ഇത്, പിന്നെ കഫക്കെട്ടിന് നല്ലതാണ്, ജലദോഷത്തിന് നല്ലതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാതെ നമ്മളൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് പറയും, നീ ഉപയോഗിച്ചില്ലാത്തൊരു സാധനമല്ലേ, നിനക്ക് എങ്ങനെയാണ് അത് നല്ലതാണെന്ന് പറയാൻ പറ്റുക എന്നുള്ള ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എൻ്റെ മുന്നിലിരിക്കുന്ന ആ ഒരു കസ്റ്റമർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധമൊക്കെ വുമൺ കമ്പാനിയെ ഒഴിവാക്കിയിട്ട്, സൈക്ലോവേ വുമൺ കമ്പാനിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുവിധം എല്ലാ പ്രോഡക്റ്റും കഴിച്ചിരിക്കുന്നു. കാരണം മാറി മാറി കഴിക്കും. ഈ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ കവചപ്രാശം കഴിക്കും. അതുപോലെ തന്നെ ഇനി വയറിന് എന്തെങ്കിലും പ്രശ്നം ലിവേഗൻ സിറപ്പ് കഴിക്കും. നമ്മൾ വയറിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരുപാട് അസുഖങ്ങൾ, അതർ അസുഖങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ഇതാണ് ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത്. അതുപോലെ പിന്നെ ഇൻഫെക്ഷൻ ആകുന്ന സമയത്ത്, യൂറിനറി ഇൻഫെക്ഷൻ ആകുന്ന സമയത്ത് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ അച്ഛൻ ആയുർവേദ വൈദ്യരായിരുന്നു, വൈദ്യഭൂഷണം ആയിരുന്നു. മൊകേരി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പപ്പു ഡോക്ടർ എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ്, മാധവൻ ഡോക്ടർ എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ്. അപ്പോൾ അച്ഛന് മുമ്പൊക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെങ്കിൽ അധികം ആയുർവേദത്തിൽ ഇഞ്ചക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മാവൻ ഏൽപ്പിക്കുക അച്ഛനെയാണ്. വളരെ ദൂരോട്ടൊക്കെ വാഹന സൗകര്യമൊന്നും ഇല്ലാത്തടത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു കൊടുക്കുക അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കുറേ അനുഭവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് ഒരു കാര്യം
അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാല് പലപ്പോഴും നമുക്ക് ചില ലേഡീസ് വന്നാല് പിന്നെ ചില അസുഖങ്ങള് പറയില്ല. അവർക്ക് നാണായതുകൊണ്ട് അവർക്ക് അത് ഓപ്പൺ ആയിട്ട് പറയില്ല. അപ്പൊ അവര് പറയാന്ന് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ചാർജ്, അതായത് വൈറ്റ് ഡിസ്ചാർജ്, അതുപോലെ തന്നെ നമ്മൾ അതിനെ പിന്നെ ലുക്കോറിയ എന്ന് പറയും. അപ്പോൾ ഇത് പലപ്പോഴും ഓപ്പൺ ആയിട്ട് പറയില്ല. അവരെന്താ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര മുടികൊഴിച്ചിൽ എന്ന് പറയും. ആ മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞ് വന്നാല് നമ്മൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താന്ന് പറഞ്ഞാൽ പിന്നെ 2 ചോദ്യം കൂടിയും ചോദിക്കണം. മുടികൊഴിച്ചിൽ, എനിക്ക് ഭയങ്കര മുടികൊഴിച്ചിൽ, ആ മുടികൊഴിച്ചിൽ നിങ്ങൾ ഭൃംഗരാജ എയർ ഓയിൽ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഈ ഒരു അസുഖമുള്ള ആൾക്ക് ഭൃംഗരാജ ഹെയർ ഓയിൽ കൊടുത്തിട്ട് അവരെന്താ പറയുക, ഞാനിതൊരു കൊല്ലം ഉപയോഗിച്ച് എനിക്ക് ഇതിന് വ്യത്യാസമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ മുടികൊഴിച്ചിലിന് കാരണം പറഞ്ഞാൽ ഈ ഒരു അസുഖം, ഞാൻ ഈ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്യുന്ന അസുഖം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആ അസുഖം പറയുന്നതിന് മുമ്പ് അവരോട് ഒന്നുകൂടി ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ വയറ്റ് കാഴ്ച ഉണ്ടോന്ന് ചോദിക്കുക, ഊരവേദന ഉണ്ടോന്ന് ചോദിക്കുക. ഈ അസുഖമുള്ള ആൾക്ക് വയറ്റ് കാഴ്ച ഉണ്ടാവും, ഊരവേദന ഉണ്ടാവും, പിന്നെ മുടികൊഴിച്ചിലുണ്ടാവും, താരനുണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മളിതിൽ എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് പിന്നെ ആയുർവേദത്തില് ബെസ്റ്റ് മെഡിസിൻ ഉണ്ട്. പക്ഷെ അത് നമ്മളെ പ്രോഡക്റ്റിൽ എന്താ വെച്ചാൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വുമൺ കമ്പാനിയനും അതുപോലെ തന്നെ ന്യൂട്രി ലൈഫും അതുപോലെ തന്നെ പിന്നെ കവചപ്രാശി, ഇതൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളാണ്. അപ്പോൾ അതിലുപരിയായിട്ട് വയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും താരനുണ്ടാവും. അതായത് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എനിക്ക് വയറിന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ അലോപ്പതി മെഡിസിൻ എന്തെങ്കിലും സ്ഥിരമായിട്ട് കഴിച്ചിരുന്നോ എന്ന് ചോദിക്കണം. കാരണം കെമിക്കലാണ്. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് ആയാലും അലോപ്പതി മെഡിസിൻ ആയാലും ഇപ്പോൾ അത് വയറിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയനെ ചീത്ത ബാക്ടീരിയനെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ നല്ല ബാക്ടീരിയനെ നശിപ്പിക്കും. അപ്പൊ എന്താ വെച്ചാൽ വയറില് ഫ്രണ്ട്ലി ബാക്ടീരിയ ഉണ്ട്, ഇഷ്ടം പോലെ ദശലക്ഷക്കണക്കിന് ഫ്രണ്ട്ലി ബാക്ടീരിയ ഉണ്ട്. അതൊക്കെ നശിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് ഒരു 5 days കഴിച്ചാൽ പിന്നെ അങ്ങോട്ട് കുറെ ദിവസത്തേക്ക് അല്ലെങ്കിൽ മാസത്തേക്ക് വയറ് സ്തംഭിച്ച പോലെ ഭക്ഷണം വേണ്ട, ഭക്ഷണത്തോട് താല്പര്യമില്ല, ചിലപ്പോൾ അമിതമായ വിശപ്പ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ ബാക്ടീരിയ നശിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു കാരണമില്ലാണ്ട് പിന്നെ ശ്വാസം മുട്ടുക, കഫക്കെട്ടൊന്നുമില്ല ശ്വാസം മുട്ടുക. അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസിന് കഴിക്കുന്ന ബെറ്റ്നിസോൾ സ്റ്റിറോയിഡ് ആണ്, സാൽബുട്ടമോൾ, തിയോആസ്താലിൻ, ഇതൊക്കെ വയറ് കംപ്ലൈന്റ് ആക്കുന്ന സാധനമാണ്. അപ്പം പലപ്പോഴും ആസ്മ പേഷ്യൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയുശ്വാസം, കവചപ്രാശം ഒക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് പ്രോബയോട്ടിക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്, അത് ഇടവേളയിട്ട് കൊടുത്താൽ മതി, അതൊരു പ്രോഡക്റ്റ് ആണ് ഫൈറ്റ് സ്ട്രെസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആസ്മ പേഷ്യൻസിന് ടെൻഷൻ കൂടുമ്പോൾ ചുമയൊക്കെ വർദ്ധിക്കും. ഇനി ആസ്മ ഉള്ള സാധാരണ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് അലോപ്പതിയിൽ ബെറ്റ്നിസോള്, അതുപോലെ തന്നെ സാൽബുട്ടമോൾ 2mg ഉണ്ട്, 4mg ഉണ്ട്, തിയോഅസ്താലിൻ, ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ വയറ്റിലെ നല്ല ബാക്ടീരിയ ഒക്കെ നശിക്കും. അപ്പം പ്രോബയോട്ടിക്കും കൂടി കൂടാകുമ്പോൾ അപ്പം നമ്മൾ ഈ ആസ്മ പേഷ്യൻസിന് കഫ്നിലും ആയുശ്വാസം, കവചപ്രാശം ഒക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രോബയോട്ടിക്കും കൂടി കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒന്നും പറയില്ല, അതായത് നമ്മൾ സ്വീകരിക്കുന്ന ജലം സ്വീകരിക്കുന്ന പാത്രം നല്ലതാണെങ്കിലേ ആ ജലം നമുക്ക് ഉപയോഗിക്കാനാവുന്നു. അതുപോലെ നമ്മളെ ഏത് കാര്യവും നമ്മൾ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ വയറിൽ അതിന്റെ പ്രോസസ്സ് ശരിയായ ദഹനത്തിന്റെ പ്രോസസ്സ് ശരിയായി നടന്നിട്ടില്ലെങ്കിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യില്ല. അപ്പോ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിലല്ലേ വയറ്റിൽ അതിന്റെ ദഹനവും അതിന്റെ ആകിരണവും ഒക്കെ ശരിയായി നടക്കുള്ളൂ. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ആസ്മ പേഷ്യൻസ് ഒക്കെ വല്ലാണ്ട് ശരീരം മെലിഞ്ഞ് വല്ലാതാവുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന കെമിക്കലുകളായിട്ടുള്ള അലോപ്പതി മരുന്നുകൾ കൊണ്ട് വയറ്റിൽ നല്ല ബാക്ടീരിയ ഒക്കെ നശിച്ചിരിക്കുകയാണ്. അപ്പം പ്രോബയോട്ടിക് അവർക്ക് നല്ലതാണ്. അപ്പോൾ അത് പ്രോബയോട്ടിക് വയറ്റിലെ പ്രശ്നങ്ങൾ, താരനും ഇതൊക്കെ ഉണ്ടാവുന്നതും ശ്വാസം മുട്ടലുണ്ടാവുന്നതും ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതൊക്കെ വയറ്റിൽ നല്ല ബാക്ടീരിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ പ്രോബയോട്ടിക്കും കൂടി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല, നമ്മൾ സാധാരണയായിട്ട് BP ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. BP ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന BP ആയിട്ടുള്ള ഗുളികയല്ല, അതേ സ്ഥാനത്ത് സർക്കുലേഷൻ, ബ്ലഡിന്റെ പിന്നെ തിക്നെസ് ഉണ്ട്, അതായത് പിന്നെ
ഇതിന് പറയുന്നതെന്ന് വെച്ചാല് പിന്നെ തിക്നെസ് കൂടുന്ന സമയത്താണ് പലപ്പോഴും പെട്ടെന്ന് ആൾക്കാർ തളർന്നു വീഴുന്നില്ലേ. ആ തളർന്ന് തലയിറ്റി വീഴുകയൊക്കെ ചെയ്യുന്ന വെച്ചാൽ സർക്കുലേഷൻ കുറയുന്ന സമയത്താണ്. സർക്കുലേഷൻ കുറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാല് ആൾക്കാർക്ക് പെട്ടെന്ന് ഓക്സിജന്റെ സപ്ലൈ കുറയും. അപ്പോൾ തലയിറ്റി വീഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണയായിട്ട് ഹാർട്ട് പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെൽഹാർട്ടാണ്. ഹാർട്ട് HART എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ആൺമാനാണ്. ആൺമാനിന്റെ മസിലിന്റെ ശക്തി ഈ പ്രോഡക്റ്റ് കഴിച്ചാൽ ഉണ്ടാവുന്നത്. അപ്പൊ പ്യുവർ ആയുർവേദിക് ആണ്. സംസ്കരിച്ചുലുവി ഉണക്കമുന്തിരിയൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ സാധാരണയായിട്ട് ഹാർട്ടിന്റെ നല്ലതാന്ന് പറഞ്ഞ ഗുളിക കഴിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ടാവും. അപ്പൊ നമ്മളെന്താ പറഞ്ഞു കൊടുക്കുക, അതിലും സംസ്കരിച്ചുലുവയൊക്കെയുള്ളത്, ഉണക്കമുന്തിരിന്റെ ഇതൊക്കെയുള്ളത്. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അത് കഴിക്കുന്നതിന് തകരാറുമില്ല, നമ്മൾ സാധാരണ ഭക്ഷണം അല്ലേ എന്നുള്ള രൂപത്തിലാണ് പറയാം. പക്ഷെ അതിന്റെ കൂടെ തന്നെ BP ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ട്രൈഗ്ലിസറൈഡ് കൂടുതൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ ആളാണെങ്കിൽ നമുക്ക് വെൽഹാർട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ BP ഉള്ള ആളാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്യൂരിഫയറും കൊടുക്കാം. അതായത് അതിന്റെ ഒരു ആക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് മെഡിക്കൽ ഷോപ്പിൽ ഒരു ദിവസം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് ലാസിക്സ് ഉണ്ടോ ഗുളിയാന്ന് ചോദിച്ചു. അയാൾ എന്നോട് പേരാ ചോദിച്ച്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഒരാൾ പേര് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ വേറെ ഒന്നും ചോദിക്കുക, നമ്മുടെ അടുത്ത് കൊടുക്കുകയും ചെയ്യും. കാരണം അറിയുന്ന ഒരാളാന്ന് നിൽക്കുക. അപ്പൊ ഇയാൾ ലാസിക്സ് ചോദിച്ചിട്ട് എന്നോട് ഞാനിത് എന്നോട് ഒരാൾ പറഞ്ഞു തന്നതാ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, കാലിന് നീരുണ്ട്, നീരുള്ളതുകൊണ്ടാണ്. നീര് കുറയാനാണ്. ഞാൻ പറഞ്ഞു നീര് കുറയാനാണ് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. നല്ലവണ്ണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതാണ്. അത് വേണോ ഇല്ലേ എന്ന് വെച്ചാൽ അത് വേണോ, അത് നല്ല കുടിച്ചോളിയും വെള്ളം തന്നെ. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞാൽ ഇയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ തന്ന ഗുളിക കുടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഗുളികയാണ്, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആ ലാസിക് തന്നില്ലേ, അത് കുടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് സംഭവം ഓർമ്മ വന്ന്, കൊല്ലത്ത് അശ്വിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞു നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അഡ്മിറ്റ് ആവുമല്ലോ, കാരണം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. വെള്ളം കുടിച്ച് കുറവായിരുന്നു. അപ്പോൾ എന്താ വെച്ചാല് ഈ ലാസിക്സിന്റെ ആക്ഷൻ എന്താണെന്നറിയോ, ഫ്രൂസമേഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിന് ലാസിക്സ് എന്തിനുള്ള, നീരിനുള്ളതാണ്. പക്ഷേ ഇത് BP കുറയ്ക്കും. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞാല് ഇയാളെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ട് ക്ഷീണമായതാ ഇയാൾക്ക്. ഈ ലാസിക്സിന്റെ ആക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാല് അമ്ലോഡിപ്പൈൻ 2.5 mg 5 mg അറ്റൻ 25 50 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ BPക്കുള്ള ഗുളികകളാണ്. അറ്റൻ 50ക്ക് പകരം അറ്റനോലോൾ 25 എഴുതാം. 25 എഴുതിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ലാസിക്സും കൂടി ആഡ് ചെയ്താൽ അതിന്റെ BP കുറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ശരീരത്തിൽ ഉപ്പിന്റെ അംശവും പൊതുവെ മോരൊക്കെ കൂട്ടുന്ന സമയത്ത്, കഞ്ഞി കുടിക്കുന്ന സമയത്ത്, കഞ്ഞിയും മോരും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉപ്പ് എത്തുന്ന സാധനമാണ്. BP ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കരുത്, മോര് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപ്പ് ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ, ഇത് ഈ രീതിയിൽ എത്തിക്കഴിയുമ്പോൾ BP ഒന്ന് കൂടും, ലവണങ്ങൾ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാസിസ് കഴിക്കുന്ന സമയത്ത് വെള്ളം നല്ലോണം കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നീര് പോവും. നീര് പോകാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നു. അതുപോലെ BP ഉള്ള ആൾക്കാർക്കും കൊടുക്കും. അതായത് നീര് നമ്മൾ കാലുമിലുണ്ടെങ്കിലും ചിലപ്പോൾ ഹൃദയത്തിന്റെ ആ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ടുണ്ടാവും. അപ്പോൾ ഈ ലവണങ്ങൾ നല്ലോണം ലാസിസ് കഴിച്ച് വെള്ളവും കുടിക്കുന്ന സമയത്ത് മൂത്രത്തിലൂടെ ശരീരത്തിൽ ലവണങ്ങൾ നഷ്ടപ്പെടും. ലവണങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് BP കൺട്രോളായി വരും. കാരണം കൂടുതൽ ലവണങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ BP ഒരു കാരണം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് ലാസിക്സ് എന്നുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആക്ഷൻ അതാണ് ബ്ലഡ് പ്യൂരിഫയറിന്റെ. അതായത് BP ഉള്ള ആൾക്ക് നമ്മൾ വെൽഹാർട്ടിന്റെ കൂടെ ബ്ലഡ് പ്യൂരിഫയറിങ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നോർമലായി വരിക BP. അതിന് ഞാൻ ഏറ്റവും വലിയ എനിക്കൊരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതിൽ ആളെ പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ടീമിലുള്ള ഒരു ലേഡിയാണ്. അപ്പൊ ഉള്ളിയേരി ഒരു ദിവസം മീറ്റിങ്ങിന് വന്ന സമയത്ത് തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ തലയും താഴ്ത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം നിറഞ്ഞു. ഞാൻ ചോദിച്ച് ക്ഷീണോ, എന്താ ഞാൻ ചോദിച്ച BP ലോ BP അങ്ങനെ ഉണ്ടോ? ലോ BP ഉണ്ട് എന്നാണ്. ലോ BP കുറെ കാലമായിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിച്ച് ബ്ലഡ് പ്യൂരിഫയർ എന്തേ കഴിച്ചോന്ന് ചോദിച്ചു. അത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ലേ എന്നാണ്. അത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കും, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ഞാൻ നിർത്തിക്കോന്നാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലോ BP ആണ്. ലോ BPന്റെ കൂടെ നമ്മളെന്ന് വെച്ചാൽ ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ കൊടുത്തിട്ട് നല്ലോണം വെള്ളം കുടിക്കണം എന്ന് പറയും. കാരണം ശരീരത്തിൽ ശുദ്ധീകരണ പ്രോസസ്സ് നടക്കണ്ടേ. അപ്പോൾ ഇത് പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ലവണങ്ങൾ കൂടുതൽ നഷ്ടപ്പെടും. ലോ BP ഉള്ള ആൾക്കാർക്ക് എന്താ ഞങ്ങൾ പറയുക എന്താന്ന് പറഞ്ഞാൽ, ലോ BP എന്ന് പറഞ്ഞാൽ ലേശം മോര് കുടിച്ചോ, കൂട്ടിട്ട് ലേശം കഞ്ഞിയെല്ലാം ഉപയോഗിച്ചോ, അതിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ശരീരത്തിൽ എത്താൻ പറ്റിയ മോരാണ്. വെള്ളം കുടിച്ചുകൂടാലോ, ജാതിക്കല്ലേ.
അപ്പൊ മോരിൻ്റെ അകത്ത് എത്ര ഉപ്പിട്ടാലും അറിയില്ല. അപ്പൊ അങ്ങനെ കുടിപ്പിക്കുന്നതാണ് നമ്മളെ ലോ ബി പി ഉള്ളത്. ആ പിന്നെ ലവണം ശരീരത്തിൽ ലവണത്തിന്റെ ഇതൊക്കെ പിന്നെ അംശം കൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ പിന്നെ ഇതൊന്നും കഴിക്കാതെ എന്ത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കഴിച്ചിട്ട് ശരീരത്തിൽ ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ബി പി ഒന്നുകൂടി ലോ ആവും. ഇത് നമ്മളെ ഒരു ട്രെയിനിങ്ങിലും ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഈ അലോപ്പതി മേഖലയിലെ എക്സ്പീരിയൻസും കൂടിയും വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റ് ഭക്ഷണവും നമ്മുടെ പ്രോഡക്റ്റായിട്ട് വളരെ ബന്ധമുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ സെയിൽസിലുള്ള ആൾക്കാരൊക്കെ പറയും പഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഥ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് കഴിക്കാന്ന് പറയും. പക്ഷേ രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പഥ്യം നിർബന്ധമാണ്. നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് രോഗികൾക്ക് പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പഥ്യം നിർബന്ധമാണ്. രോഗമില്ലാത്ത ആൾക്കാർക്ക് രോഗം വരാതിരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ പഥ്യം നിർബന്ധമാണ്. കാരണം ഇറച്ചി, മീൻ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പൈൽസിസി ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ ആയുർവേദത്തില് നമ്മളെ പ്രോഡക്റ്റ്. പൈൽസിന് ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിലേ ഉള്ളൂ. അതായത് നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് അടക്കം പൈലസ് ടാബ്ലറ്റ് ഉണ്ട്, ഹിമാലയന്റെ. ഇതാ എഴുതുക പലപ്പോഴും. കാരണം അതിന് സർജറി ഉള്ള അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് പൈൽസിനില്ല. ഈ പൈൽസിന്റെ പ്രധാന മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ രോഗാവസ്ഥ ഉള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനമാണ്. ഈ പൈൽസിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഉഷ്ണ ശരീരമുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് ചിക്കനും അതുപോലെ കോഴിമുട്ടയും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഉഷ്ണം കൂടും. പിന്നെ വെള്ളം കൂടി കുറയുന്ന സമയത്ത്, കൂടുതൽ നെയ്യുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ചോദന കുറയും. ചോദന കുറയുന്ന സമയത്ത് ഗുദത്തിന്റെ ആ ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ട് വരും. അങ്ങനെ അവിടെ വെരിക്കോസും ഈ പറഞ്ഞ പൈൽസുമായിട്ട് ബന്ധമുണ്ട്. കാരണം വെരിക്കോസുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഈ രൂപത്തിൽ വരും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും, അതായത് ശോധനക്കുറവ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഇറച്ചിയുള്ള ഇറച്ചി, കോഴിയിറച്ചിന്റെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നത് മുളക് പൊടി, ഇതൊക്കെ മല്ലിപ്പൊടി, ഇതൊക്കെയുള്ള ഇത് ഒന്നുകൂടി സ്ട്രോങ് ആക്കും. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതായത് കോഴിയിറച്ചിയും കോഴിമുട്ടയും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈൽസിസി കൊടുത്താൽ മാറില്ല, റിസൾട്ട് വരില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് താറാവിന്റെ മുട്ട കൊടുക്കുക. താറാവിന്റെ ഇറച്ചിയും വലിയ കുഴപ്പമില്ല, ബീഫും കുഴപ്പമില്ല. ബീഫ് നല്ല സാധനം നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഇറച്ചി കഴിക്കുന്ന സമയത്ത് കോഴിമുട്ട, കോഴിയിറച്ചി, മുളക് പൊടി, ചുവന്ന മുളക് പൊടി, ഇതൊക്കെ ഭയങ്കര അപകടമാണ്. അപ്പോൾ പൈൽസിസി ഓയിൻമെന്റും പൈൽസിസിയും കൊടുത്തിട്ട് മാറണമെങ്കിൽ കോഴിമുട്ടയും കോഴിയിറച്ചി ഒഴിവാക്കണം. അതേ സ്ഥാനത്ത് താറാമുട്ട കൊടുക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ താറാമുട്ട ഡെയിലി ഒന്ന് കഴിച്ച ഷുഗർ, ഈ പിന്നെ പൈൽസ് മാറിയ കേസ് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ അറിവിൽ. താറാമുട്ട പക്ഷെ നാട്ടിൽ കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ നമ്മളെ പൈൽസിസി ടാബ്ലറ്റും പൈൽസിസി ഓയിൻമെന്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, താറാമുട്ടയും കൊടുക്കുക. ഒരു പൈൽസിന്റെ പ്രശ്നമുള്ള ആളാണ് എൻ്റെ കസ്റ്റമർ, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ എൻ്റെ നമ്പർ കൊടുക്കും, എന്നെ വിളിക്കാൻ പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പൈൽസിന്റെ കേസാണ്, ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തയക്കാം. പൈൽസിസി ടാബ്ലറ്റ് ഉണ്ട്, അത് ഓയിൻമെന്റ് കൊണ്ട് കൊടുത്തയക്കാം. അത് നിങ്ങൾ അയാളുടെ അടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്നെ ഒന്നുകൂടി വിളിക്കണം എന്ന് പറയും. കാരണം നമ്മളെ ബിസിനസ് ആണല്ലോ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അങ്ങനെ, എനിക്ക് ഒരു വിഡ്ഢിത്തം പറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, താറാമുട്ട കഴിച്ചോളി, ഡെയിലി ഓരോന്ന് കഴിച്ചോളി, അത് പുഴുങ്ങി കഴിക്കണം, മസാല ഒന്നും ചേർത്ത് കഴിക്കരുത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പ്രോഡക്റ്റും തരാൻ തന്നിട്ട് അവസാനം ഇയാളെ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാണ്ട് താറാമുട്ട കഴിച്ചിട്ട് പൈൽസ് മാറി. അപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം എൻ്റെ പ്രോഡക്റ്റ് വാങ്ങും. കാരണം ഇത് മെഡിക്കൽ ഷോപ്പിൽ എൻ്റെ അസോസിയേറ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ അയാളെടുത്ത് ഇതുണ്ടാവും. അപ്പോൾ ഞാൻ അയാളെടുത്ത് കൊടുക്കുമെന്നാ പറയുക, പക്ഷെ ഓൾറെഡി അയാളെടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഞാനാണല്ലോ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്ന അറിയും. അങ്ങനെ ഒരു പ്രാവശ്യം ഇതും കൂടി ആദ്യം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഓരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കഴിച്ചു നോക്കുമ്പോൾ അയാൾ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ ഈ ഡ്രൈവേഴ്സിനൊക്കെ സ്ഥിരമായിട്ട് ബസ്സായാലും ലോറി ആയാലും ഡെയിലത്ത് നിർത്തിയിട്ടിട്ട് ആ സീറ്റ് ഇങ്ങനെ ചൂടാവും. ഇനി ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ സാധ്യതകളുണ്ട്. ഇതിന് ചൂടാകുന്ന സമയത്ത് അത് പിന്നെ നമ്മളെ മലദ്വാരത്തിന്റെ അടുത്ത് ഹീറ്റ് വരുന്ന സമയത്തൊക്കെ കുരുവും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇതുപോലെ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഓരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം തന്നെ താറാമുട്ട അടുത്ത് കിട്ടുന്നുണ്ട്, അടുത്ത വീട്ടിൽ കിട്ടുന്നുണ്ട്, അത് വാങ്ങി കഴിച്ച്
പിന്നെ എൻ്റെ പ്രോഡക്റ്റ് അയാൾ വാങ്ങിയതേ ഇല്ല. അപ്പോൾ നമ്മളെന്ത് പറയുന്നത്, ആദ്യം നിങ്ങൾ ഇത് വാങ്ങി, എന്നിട്ട് നിങ്ങളോട് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനിത് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കവചപ്രാശമൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് കാല് കഴുകുന്ന സമയത്ത് അത് നിർത്തിയപ്പോൾ ആൾക്കാർക്ക് മാറിയ വിഷയമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ, അഡ്വക്കേറ്റ് രാജഗോപാൽ നായരുണ്ട്, കൊയിലാണ്ടിന് മുമ്പ് മത്സരിച്ച അയാൾ അന്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ജലദോഷം, അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തുമ്മലും ഇതൊക്കെ, രാത്രിയൊക്കെ ഭയങ്കര മൂക്കടപ്പും ജലദോഷം ഉണ്ടെന്ന്. അന്നും നമ്മളതിൽ ഈ പ്രോഡക്റ്റിലല്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാം, രാത്രി വീട്ടിൽ ടൈൽസ് ആയാലും ഇതായാലും മാർബിളായാലും നിങ്ങൾ രാത്രി ഉള്ളിൽ റൂമിലേക്ക് ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ കാല് കഴുകി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും കാല് കഴുകി കഴിഞ്ഞാൽ കാലിൻ്റെ അടി ഇങ്ങനെ തുടയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പിന്നെ മേൽഭാഗത്തെ വെള്ളം കാലിൻ്റെ മുകളിൽ തന്നെ ഉണങ്ങും. അപ്പോൾ ഇത് നമുക്ക് ജലദോഷത്തിനൊക്കെ ഭയങ്കര കാരണമാണ്. അപ്പോൾ നമ്മൾ ജലദോഷവും കഫക്കെട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, ഡയറക്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, കാല് കഴുകി കഴിഞ്ഞാൽ നല്ലോണം തുടച്ച് വെള്ളമൊക്കെ എടുത്ത് മാറ്റി കളയുക. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റും കൂടെ കൊടുത്ത് നോക്കി, സാധാരണത്തെക്കാളും റിസൾട്ട് ഉണ്ടാവും. അതായത് ഇവര് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്, വരാതിരിക്കാനും വന്നാൽ മാറാനും. അപ്പോൾ ജീവിതശൈലിയിൽ മാറ്റണ്ടേ? ആ ജീവിതശൈലിയിൽ എന്ന് വെച്ചാൽ ഭക്ഷണം ഉൾപ്പെടുകയില്ലേ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഉൾപ്പെടുകയില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇതാക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ പിന്നെ ഐനർജി എന്ന് പറയുന്നത്. എനർജി അല്ല കേട്ടോ, എനർജി എന്ന് ചില ആൾക്കാർ പറയും, ഐനർജി എന്നാണ് പറയുന്നത്. നമ്മളെ പ്രോഡക്റ്റിന്റെ പേര് അതാ. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു എഫക്റ്റ് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത് പിന്നെ കണ്ണിന് തിമിരം എന്നുള്ള നിലക്ക് വന്നു, കാഴ്ചയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ പലപ്പോഴും എന്താ വെച്ചാൽ സ്ലൈഡ് ഇട്ടിട്ട് ഈ ആരോഗ്യ സെമിനാർ ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് കുറച്ച് കാണലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ആരോഗ്യ സെമിനാറിന്റെ സ്ലൈഡ് ഇട്ടിട്ട് ചെയ്യാതിരുന്നതിന്റെ കാരണം. ഒരു 5-8 മാസം ഇട്ടല്ലോ, ഇപ്പൊ ഒരു വർഷമായി. ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ അരവിന്ദ് കണ്ണാശുപത്രി മധുരയിൽ പോയി. ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. അവിടെ പോയി സർവ്വ ടെസ്റ്റ് അവിടെ ചെയ്തിട്ട് അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച നഷ്ടപ്പെടും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടും, നിങ്ങൾക്ക് സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കാഴ്ചയില്ല, കണ്ണിന് ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ, അതും ഇന്ത്യയിലെ പ്രഗത്ഭ ഹോസ്പിറ്റല് അരവിന്ദ് കണ്ണാശുപത്രിയിലെ സീനിയർ ഡോക്ടറാ പറയുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാണ്. എന്നാ പിന്നെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടുന്ന് ചെയ്യല, നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ നോക്കിക്കോളി, ഞങ്ങൾ ഇവിടുന്ന് ചെയ്യൂല എന്നാ ഉറപ്പിച്ചു പറഞ്ഞു. ശരി, എന്നാ ഞങ്ങൾ ചെയ്യേണ്ടെന്നാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന, ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഐനർജി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് കണ്ണിലുറ്റിക്കാൻ മറന്നു പോകും. പലപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഐനർജി പൊട്ടിച്ചിട്ട് എൻ്റെ ബെഡിൽ തലയണേൻ്റെ അടുത്ത് തന്നെ വെച്ചു. ഉറക്കലിന് ഉടനെ 2 ഉള്ളിറ്റിക്കും. രാത്രി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരിക, എന്നാലും നമ്മൾ എണീറ്റ് പോകണ്ടല്ലോ. പലപ്പോഴും നമ്മൾ എണീറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉറ്റിക്കുക. അങ്ങനെ ഡോസോ ഇതൊക്കെ. ഞാൻ അത് രാവിലെയും രാത്രിയായിട്ട് സ്ഥിരമായിട്ട് ഉറ്റിച്ച്, കണ്ണിലുറ്റിച്ച്, അങ്ങനെ ഒരു 6-7 മാസം ഉറ്റിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സംഗതി ഒന്ന് ഐ ഫൗണ്ടേഷൻ ഉണ്ട് നമ്മളെ തൊണ്ടയാടുള്ള ഐ ഫൗണ്ടേഷനിലേക്ക് ഒരു ദിവസം കയറി ചെന്ന്, അത് മനോരമയിലൊരു പത്രത്തിൽ കൺസെഷൻ റേറ്റിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു പരസ്യം വന്നിരുന്നു. അപ്പോൾ ഐ ഫൗണ്ടേഷൻ കാണിച്ചത് ഞാൻ അവിടുത്തെ ഡോക്ടറോട്, ചെറുപ്പക്കാരൻ ഡോക്ടറാണ്, ഞാൻ ഈ കാണിച്ചതോ അരവിന്ദിലോ കാണിച്ചതോ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. കാഴ്ച കുറവുണ്ടെന്ന് അങ്ങനെ ടെസ്റ്റ് അയാൾ നമുക്ക് സർജറി ചെയ്തതില്ല, പ്രശ്നമില്ല, നമുക്ക് സർജറി ചെയ്ത് കളിയാണ്. ഒരു പ്രശ്നവും പറഞ്ഞില്ല. എനിക്ക് ഈ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 2 കണ്ണിനും സർജറി ചെയ്തു. ഇപ്പോൾ എനിക്ക് കാഴ്ച ഒരു പരിധി വരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, കാഴ്ച കുറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ കാരണക്കാരൻ ഐനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ അമേസിങ് റിസൾട്ട് എന്ന പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതുണ്ട്. പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ചുമയുടെ ഒരു പ്രശ്നമുണ്ട്, അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ പ്രവീൺ സാർ പറഞ്ഞിട്ട് എങ്ങനെയാണ് നോ പറയാതെ, കാരണം നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കും തോറും അത് ഏറിയിടുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ നടത്തുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ ഇങ്ങനെ ഫീസ് വേണം. അപ്പോൾ ഫീസ് കിട്ടാത്തതുകൊണ്ട് വിദ്യാർത്ഥികളെ ചീത്ത പറഞ്ഞ സമയത്ത് പിന്നെ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞാൽ, സാറേ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, പിന്നെ ഞങ്ങളെ ഫീസിന് ആവശ്യമുണ്ടോ സാറിനെന്ന് വെച്ചാൽ. അതുപോലെ ഞാൻ എല്ലാ പ്രോഗ്രാമിലും
എന്നെ വിളിക്കുന്ന ആൾക്കാരെ പ്രോഗ്രാമിലൊക്കെ ഞാൻ സംസാരിക്കലുണ്ട്. പറ്റില്ല എന്ന് ഞാൻ പറയില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ മേഖലകളിൽ വിജയിക്കേണ്ട ഒരു പ്രധാന ആവശ്യം. അത് സെയിൽസിനായാലും അത് കോണ്ടാക്ട് ആയാലും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കഥയും കൂടി ഞാൻ പറയാം. അത് ജീവിതത്തിൽ ഒരുപാട് പാഠം നൽകുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഞാൻ തിരുവനന്തപുരം പോയ സമയത്ത് സാധാരണയായിട്ട് നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ബന്ധങ്ങൾ കുറയും. ഇനി വൈറൽ ഫീവർ ഏറ്റവും കൂടുതൽ വൈറൽസിന്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ എന്താണെന്ന് ആർക്കാണെന്നറിയോ? വൈറസിന്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ആൾക്കാർക്കായി വൈറൽ ഫീവർ ഉണ്ടാകുക. കാരണം ഷെയ്ക്കിൻ്റെ കൊടുക്കും, കയ്യിൽ കൂടി ഇത് വരും. കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോൾ കൈക്ക് ഷെയ്ക്കിന് ഇങ്ങനെ കൊടുത്ത് ഏറ്റവും നല്ലത് ഇതാണ്. ഏറ്റവും നല്ലത് നമ്മൾ ഭാരതത്തിന്റെ അത് ആദരിക്കുന്നത് ഇതാണല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ വണ്ടി ഉണ്ടെങ്കിലും ഞാൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പരിചയപ്പെടാം. കാറിൽ പോയാൽ നമ്മൾ കോഴിക്കോട് പോകണമെങ്കിൽ ഇവിടുന്ന് കാറിൽ കയറിയാൽ പിന്നെ ഒരൊറ്റ കുട്ടീനെ നമുക്ക് പരിചയപ്പെടാനാവില്ല, നേരെ അവിടെ എത്തുന്നത്. അതേ സ്ഥാനത്ത് ബസ്സിൽ പോയാലോ ഡൽഹി സാർ പറയുന്ന പോലെ രണ്ടാളെ നടുക്ക് പോയിട്ട് നമുക്ക് ഇരിക്കുക. അങ്ങനെ ഞാൻ ഇവിടെ ഇത് കൊണ്ടുവന്നു. അപ്പൊ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞാനിങ്ങനെ അപ്പുറത്തൂടെ തിരിച്ചു കയറ്റാൻ നോക്കുമ്പോൾ അങ്ങേ ഭാഗത്തായി പോയി ഇറങ്ങി. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് മക്കളെ ഒന്ന് എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാ ഒരു ലേഡി, പ്രായമുള്ള ലേഡിയാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഈ ബാഗ് ഒന്ന് അവിടെ വരെ എനിക്ക് തൂക്കാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, അസുഖങ്ങളുണ്ട്, ഈ ബാഗ് ഒന്ന് അവിടെ വരെ എത്തിക്കുമെന്ന് ചോദിച്ചു. റെഡി, ഞാൻ എത്തിക്കാന്ന്. ഞാൻ ബാഗ് എടുത്ത് ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്താ ഇങ്ങനെ സ്ഥിതി, ഒറ്റയ്ക്ക് എന്താ പോകുന്നത്? ഞാൻ ബോംബെയിലേക്ക് പോകാന്നുണ്ട്, പ്രായമുള്ള ഒരു സ്ത്രീയാ. അപ്പൊ ഒറ്റയ്ക്ക് എന്താ പോകുന്നത്? വേറെ ആരും ഇല്ല മോനെ, മോൻ മരിച്ചു ചെയ്യുന്നത്. എന്നിട്ടോ വേറെ മക്കളെന്ന്? മോന്റെ ഭാര്യയുണ്ട്, മോന്റെ പേരിൽ സർവ്വ സ്വത്തും എഴുതി വെച്ച് ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു ചായന്റെ വെള്ളം ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് മോന്റെ ഭാര്യ ഇപ്പം തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും സ്വന്തം പേരിലുള്ള സ്ഥലമൊന്നും ഈ ഒരു ഇതിൽ എഴുതി വെക്കണ്ടെന്നുള്ളൊരു സന്ദേശം എനിക്ക് അവിടെ കിട്ടി. അപ്പൊ എന്താണ് അസുഖം എന്ന് ചോദിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ സ്റ്റോൺ കംപ്ലൈന്റ് ഉണ്ട്, ഇങ്ങനെ ബ്ലഡ് കുറവുണ്ട്, ഹിമോഗ്ലോബിൻ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയും മാഡത്തിന് നല്ല പ്രോഡക്റ്റിന്റെ കയ്യിലുണ്ട്, സ്റ്റോൺ കംപ്ലൈന്റ് ഒക്കെ ക്ലിയർ ആക്കുന്നത്, മാഡത്തിന് അത് പറ്റുമെന്ന് ചോദിച്ചു. മോനെ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, എനിക്ക് ബോംബെയിലുള്ളത് തന്നെ. അപ്പൊ തിരിച്ചു വന്നാൽ വിളിക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞ് അപ്പൊ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ഒരാളെ സഹായിക്കാൻ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ബിസിനസ് സാധ്യത കൂടുക ചെയ്യുന്നത്. ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് അവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ മാതിരി നമ്മളെ യൂറി ഫ്ലഷും അതുപോലെ ഫീലിംഗ് ആയ സിറപ്പ് അവിടെ മാർക്കറ്റിംഗ് ആയി. ഇതാണ് നമ്മളെ റിലേഷൻഷിപ്പിലൂടെ ബിസിനസ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ആണിത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ